മാന്യമഹാജനങ്ങളെ, വ്യത്യസ്തവും പുതുമയുമുള്ള പരിപാടികളുമായി മീഡിയ വൺ നിങ്ങളിലേക്ക്. നിങ്ങളുടെ ഓരോ പ്രഭാതത്തിലും നിറയട്ടെ നേരിന്റെ വെളിച്ചം, വാർത്തയുടെ തെളിച്ചം. സ്ഥാനാർത്ഥികൾ, മുന്നണികൾ വോട്ടുറപ്പിക്കാനുള്ള അവസാന നെട്ടോട്ടത്തിലാണ് നമ്മളുള്ളത്. എടക്കരയിലാണ്. എടക്കരയിൽ ഇല്ലിക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അപ്പം ഇവിടേക്ക് കേരള രാഷ്ട്രീയത്തിലെ പലരും വന്ന് വോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു അതിഥി ഇവിടെ എത്തുന്നുണ്ട്, ചാണ്ടി ഉമ്മൻ. അപ്പം വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് നേതാക്കളെല്ലാവരും. ചാണ്ടി ഉമ്മൻ MLA ഓടി ഓടി ഓടി, അപ്പം ശ്രീ കുറുക്കോളി മൊയ്തീൻ MLA കൂടി, രണ്ടാളും. ഈ ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഈ ഓട്ടത്തിനൊപ്പം എത്താനേ നമ്മൾ കഴിയുന്നില്ല. ഇത് ഉമ്മൻചാണ്ടിയെ മറിച്ച് കടക്കുന്ന എനിക്ക് തോന്നുന്നു. ഇത് രണ്ട് ഉമ്മൻചാണ്ടിയുടെ കരുത്തുണ്ട്. ഇപ്പൊ ചെറുപ്പമായതുകൊണ്ടാണ് പൂർണ്ണമായി നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആസ്വദിക്കാൻ സമയം വരികയാണ്. അതിന് നമുക്ക് ഈ മണ്ഡലത്തിൽ നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേതാക്കളൊക്കെ നല്ല വ്യായാമം ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി. അത് ഇനി ഭാവിയിൽ അത്തരം നേതാക്കന്മാർക്ക് സ്ഥാനമുള്ളൂ. അതുകൊണ്ട് കഠിനാധ്വാനിയായ ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലക്ക് മലയാളക്കാർക്ക് സമ്മാനമായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പുതിയ ആളുകളൊക്കെ ഈ പ്രവർത്തന രംഗത്ത്, അധ്വാന രംഗത്ത് കുറച്ച് പിറകേക്ക് പോകുന്നൊരു കാലമാണ്. അപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ സാന്നിധ്യം അതിനെ തിരുത്താൻ ഒരു കാരണമായിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി പ്രവർത്തകരൊക്കെ പറയുന്നതേ മണ്ഡലം മാറിപ്പോയി, പുതുപ്പള്ളിയാണോ എന്ന് സംശയമുണ്ട്. സ്വന്തം വോട്ട് ഉറപ്പിക്കുന്നത് പോലെ ഓടി നടക്കുന്നത്. അത്രയും പുതുപ്പള്ളിക്കാരുണ്ട് ഈ മണ്ഡലത്തിൽ. പുതുപ്പള്ളിക്കാര്, കോട്ടയംകാര്, തിരുവിതാംകൂർ എല്ലാ വിഭാഗം ജനങ്ങളും അവിടുന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പേരെ, ഇന്നതിന് ഒത്തിരി പേര് ഞങ്ങൾ. എങ്ങനെയുണ്ട്, എന്താണ് ഒരു പൾസ്? തീർച്ചയായിട്ടും വലിയ വിജയം ആര്യാടൻ ഷൗക്കത്തിനുണ്ടാവും. അതിനകത്ത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വളരെ കഠിനാധ്വാനം ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. സംയുക്തമായ ഒരു പ്രവർത്തനമാണ്. എല്ലാവരും ചേർന്ന് UDF മൊത്തം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അതുകൊണ്ട് വിജയം ഉണ്ടായി. ചാണ്ടി ഉമ്മൻ ഇതൊരു വൈകാരികമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകും. കാരണം ശ്രീ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും തമ്മിലുള്ള ബന്ധം, അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ചാണ്ടി ഉമ്മൻ വോട്ട് ചോദിക്കാനെത്തുന്നു. അതൊരു വല്ലാത്ത നിമിഷം തന്നെയായി. തീർച്ചയായിട്ടും എൻ്റെ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്ന ആൾ അദ്ദേഹമാണ്. ഇന്നും അദ്ദേഹം സന്തോഷിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു, ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി. നിലമ്പൂരിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ മുനിസിപ്പാലിറ്റികളുടെ പരിപാടി പങ്കെടുത്തിട്ടുള്ളത്. ഈ പരിപാടികളൊക്കെ എനിക്ക് എഴുതി തരണം. ആ പരിപാടിയൊക്കെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും നടത്തും എന്ന് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹം നടത്തിയ പ്രസംഗം. ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി എൻ്റെ പിതാവിൻ്റെ അഭിപ്രായമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം MLA ആണെന്ന്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യം എടക്കരയിലെയും നിലമ്പൂരിലെയും ജനങ്ങൾ ആ കാര്യം നടത്തിലാക്കും. റീൽസ് അല്ല, റിയൽ ആയിട്ടുള്ള വോട്ട് റിയൽ. ചാണ്ടിക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ അതാണ്, വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന നെട്ടോട്ടത്തിലാണ്, വോട്ടിനുള്ള ഓട്ടത്തിലാണ് ചാണ്ടി. നമ്മുടെ യാത്ര തുടരും അടുത്ത സ്ഥലത്തേക്ക്.